നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും AG സിംഗ്ലി ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആമസോണിൽ നിന്നൊരു വെറൈറ്റി സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു മുടിയൊക്കെ നന്നായിട്ട് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് നമ്മൾ എവിടെയും പോകാൻ നേരത്തുണ്ടാവും കുറച്ച് ബേബി ഹെയർസ് അല്ലേ. എനിക്കൊക്കെ ധാരാളമായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് ബേബി ഹെയർസ് ആണ് കേട്ടോ എനിക്കിത്. ഞാൻ സ്മൂത്തനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് ഒക്കെ പോയി തുടങ്ങിയ സമയത്താണ് കുറേ പുതിയ ബേബി ഹെയർസ് വന്നത്. ബേബി ഹെയർസ് വന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്മൂത്തണിങ് അത് പെട്ടെന്ന് മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ സ്മൂത്തണിങ് ചെയ്ത ഹെയർ നല്ല സ്ട്രെയിറ്റ് ആയിട്ടും നമുക്ക് പുതിയതായിട്ട് വളർന്നു വരുന്ന ഹെയർ നല്ല ചുരുണ്ടിട്ടും എൻ്റെ പഴയ ടെക്സ്ചറിലുള്ള മുടിയായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതേ കുറേ ബേബി ഹെയർസ് ഉണ്ട്. അപ്പം എൻ്റെ മുടി ഞാൻ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈക്കിലൊക്കെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊന്തി നിൽക്കും കേട്ടോ. അതിങ്ങനെ നിൽക്കും. നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതൊരു ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം യൂസ് ചെയ്തൊരു ഹാക്ക് എന്ന് പറയുന്നത് മസ്കാര, നമ്മുടെ മസ്കാര ഇല്ലേ, അതെടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കുമായിരുന്നു. അപ്പോൾ അത് നിങ്ങളാരും ട്രൈ ചെയ്യേണ്ട, കാരണം അത് വേറൊരു പർപ്പസിനുള്ള പ്രോഡക്റ്റ് ഇല്ല. അപ്പോൾ അത് നമ്മൾ ഹെയറിലൊക്കെ യൂസ് ചെയ്യുന്ന എത്രത്തോളം സേഫ് ആയിരിക്കും എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യം അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് ആമസോണിൽ ഈ ഒരു പ്രോഡക്റ്റ് കാണുന്നത്. ഇതൊരു ഹെയർ വാക്സ് ആണ് കേട്ടോ. IKT എന്നാണ് ഇതിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ പേര്. ഹെയർ വാക്സ് ആണ്. അതായത് നമുക്ക് ഈ ഒരു ഹെയർ വാക്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി നന്നായിട്ട് ഒതുങ്ങി കിട്ടും. അപ്പോൾ ബേബി ഹെയർസ് അല്ലാതെ തന്നെ നമ്മുടെ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊന്തിക്കുന്ന മുടിയില്ലേ, അതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു ഹെയർ വാക്സ് യൂസ് ചെയ്തിട്ട്. അതുകൂടാതെ ബേബി ഹെയർസ് നന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു ദിവസമൊക്കെ ഫുള്ളായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് പോകുമ്പോൾ വീണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പം ആമസോണിൽ നിന്ന് ഇതേ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞതാണ്. ഇത് സിമ്പിളായിട്ട് വേറെ പാക്കേജ് ഒന്നുമില്ല, ഇങ്ങനെ തന്നെയാണ് ഒരൊറ്റ പ്രോഡക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് IKT വാക്സ് സ്റ്റിക്ക്, ഹെയർ വാക്സ് അല്ലെങ്കിൽ വാക്സ് സ്റ്റിക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആമസോണിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ബോട്ടിലാണ് ഇത് വരുന്നത്. നമ്മളിതിൻ്റെ മുകളിലായിട്ടൊരു ക്യാപ്പ് ഉണ്ട്. അത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിയിൽ ഇങ്ങനെ പുഷ് ചെയ്യാനുള്ളൊരു സംഭവമുണ്ട്. അതിങ്ങനെ പുഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ലിപ്സ്റ്റിക് ഒക്കെ വരുന്ന രീതിക്ക് ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാരും ഓവറായിട്ട് പുഷ് ചെയ്ത് ഫുള്ള് പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുള്ളിലേക്ക് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതെങ്ങനെ ആക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒട്ടും നമുക്ക് ഗ്രീസി ആക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കും എണ്ണമയം പോലെ കിടക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഒരു ഗ്രീസി പോലെ ഇരിക്കുകയുള്ളൂ. പക്ഷെ അത് ഹെയറിലേക്ക് അബ്സോർബ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ തേക്കുമ്പോൾ നമ്മളെ കയ്യിൽ മെഴുക്ക് പോലെ ഉണ്ടാവില്ല, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ പേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല. നല്ലൊരു സ്മെല്ലാണ്, ഫ്ലോറൽ സ്മെല്ലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, ഫുള്ളായിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മൂടി വെച്ചിട്ട് തന്നെ ഉള്ളിലേക്ക് ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ IKT വാക്സ് സ്റ്റിക്ക് എന്നാണ് ഇത് വരുന്നത്. അങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആമസോണിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ സെയിം പ്രോഡക്റ്റ് തന്നെ പല റേറ്റിന് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 200 സംതിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് റേറ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അത് ഭയങ്കര നല്ലൊരു സ്മെല്ലാണ്. അതൊരു ഫ്ലോറൽ സ്മെല്ലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പല സ്മെല്ലും നമുക്ക് ഫ്ലേവേഴ്സും അവൈലബിൾ ആണ്. ഫ്രേഗ്രൻസ് അവൈലബിൾ ആണ്. പല ഫുള്ളായിട്ട് നിങ്ങളിങ്ങനെ പൊന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താത്താൻ വേണ്ടിയിട്ട് കുറച്ച് പണിയുണ്ട്. ഇതിങ്ങനെ മൂടി ഇങ്ങനെ വെച്ചിട്ട് ഞാൻ അമർത്തിയിട്ടാണ് ഞാനിതിപ്പോൾ അത് താഴത്തേക്ക് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് ഇതിങ്ങനെ പൊക്കി ഇതാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പൊക്കി ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രയാസം ഉണ്ടാവും താഴത്തേക്കൊക്കെ. ഇത് തീരുന്നതിനനുസരിച്ച് ഇങ്ങനെ പൊക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറേ ക്വാണ്ടിറ്റി നമ്മുടെ മുടിയിലേക്ക് ആവുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഭയങ്കരമായിട്ടൊന്ന് ഒട്ടി നിൽക്കുന്ന പോലെ തോന്നി എനിക്ക്. ഞാൻ എൻ്റെ ഹെയർ ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ ഒന്ന് വാരി കെട്ടുകയാണ് കേട്ടോ. എൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ മുടിയൊന്നും കെട്ടിയിട്ടില്ല. അപ്പം ഞാൻ മുടി നന്നായിട്ട് വൃത്തിക്ക് കെട്ടിയിട്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. മുടി ഒതുക്കി കെട്ടിയപ്പോൾ തന്നെ എൻ്റെ മുടി ഏകദേശം ഒന്ന് ഒതുങ്ങി നിൽക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. എൻ്റെ 2 ചെവിൻ്റെ സൈഡിലുമാണ് ഈ ഒരു ബേബി ഹെയർസ് ഉള്ളത്. അപ്പം നമ്മൾ ബസ്സിൽ പുറത്തേക്ക് കാറ്റടിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇങ്ങനെ പാറി വരും. അപ്പം ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്തിട്ട് ഇതേപോലെ നിങ്ങൾക്ക് എവിടേക്കാണോ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞുള്ളത് ഒരിക്കലും നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറ്റി നിൽക്കുന്ന ഒരു ഫീലല്ല കേട്ടോ. ഇത് മുടിയിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവുന്നുണ്ട്. ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് അവിടെ ഒതുങ്ങി നിൽക്കും. നമ്മൾ ഹെയർ വാക്സ് ഒക്കെ ഇല്ലേ, അതേപോലെ തന്നെ. പിന്നെ ഇതിൻ്റെ മണം എന്ന് പറയുന്നത് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന സ്മെല്ലാണ് കേട്ടോ. ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഡാൻഡ്രഫ് ഒന്നും വരില്ല എന്നൊക്കെയാണ് കമ്പനി പറയുന്നത്. ഞാനതൊക്കെ കണ്ടിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ചസ് മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ കെട്ടിയ സമയത്ത് ഭയങ്കരമായിട്ട് ഹെയർ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വാരി കെട്ടി അതിന് ശേഷം ഇതും കൂടെ അപ്ലൈ ചെയ്ത സമയത്ത് നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മുടി.
ഇങ്ങനെ എന്താ പറയുക, ഒരു കുളിക്കാത്ത ഫീലായിരുന്നു നേരത്തെ. ഇപ്പോൾ കുറച്ച് കുളിച്ച് നല്ല വൃത്തിയുള്ളൊരു ഫീല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം കൊടുങ്കാറ്റടിച്ചാലും മുടി ഇതേപോലെ നിൽക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ നോർമലായിട്ട് കെട്ടുന്നതിനേക്കാളും നല്ല ഡിഫറൻസ് ഉണ്ട്. അതെനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നന്നായിട്ട് ഈ ഒരു ബേബി ഹെയർ അല്ലെങ്കിൽ മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പ്രശ്നമൊക്കെ ഉള്ളവർക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഞാൻ യൂസ് ചെയ്തിട്ട് അത്രയും എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്.